ഇന്നലത്തെ ബാക്കി തേങ്ങാപ്പാൽ ചോറുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാം. ആയോ? സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ ആദ്യം നമുക്കുള്ള നല്ല സ്റ്റിക്കി ആയിട്ടുള്ള റൈസ് വേണം. ഇതിപ്പോൾ സ്റ്റിക്കി അല്ല, കാരണം നമ്മൾ തേങ്ങ പാൽച്ചോറാണല്ലോ ഉണ്ടാക്കിയത്. തേങ്ങ പാൽച്ചോറാണ് കേട്ടോ, നോട്ട് ദ പോയിന്റ്, തേങ്ങ ചോറല്ല. പിന്നെ വീണ്ടും നമ്മളിത് കുറച്ച് രണ്ടാം പാൽ ഒഴിച്ചിട്ട് വീണ്ടും 2 വിസിലും കൂടെ വേവിച്ചു കേട്ടോ. ആ സമയം ഒന്നാം പാലിൽ കുറച്ച് കോൺഫ്ലവർ ചേർത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക കേട്ടോ. വേറൊരു പാനിൽ ഒന്നാം പാൽ ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി കുറുക്കിയെടുക്കുക. ഈ സമയത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടണം കേട്ടോ. ഞങ്ങളുടെ മാങ്ങ നല്ല മധുരമായതുകൊണ്ട് ഞങ്ങൾ അധികം പഞ്ചസാര ഇട്ടിട്ടില്ല. ഇനി വേണമെങ്കിൽ ഇതിലും അധികം ചേർക്കാം. എന്നിട്ട് നല്ലോണം ഇങ്ങനെ കുറുക്കി പഞ്ചസാര മെൽറ്റ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം നമ്മൾ കോൺഫ്ലവറിലൊക്കെ കലക്കി വെച്ച ആ തേങ്ങാപ്പാലല്ലേ അതും കൂടെ ചേർക്കുക. അപ്പം ഇതിങ്ങനെ ഒരുമാതിരി കുറുകി ഇങ്ങനെ കട്ട പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? പേടിക്കേണ്ട, അതങ്ങനെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കുക. എന്നിട്ട് ഈ ഒരു രീതിയൊക്കെ ആകുമ്പോൾ ഓഫ് ചെയ്യാം. ഇതിൽ ലൂസ് അയച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ 2 വിസിലായിട്ട് നമ്മുടെ ചോറ് ഇങ്ങനെ നല്ല സ്റ്റിക്കി ആയിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, കയ്യിലും ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത്, അതാണ് സ്റ്റിക്കി റൈസ്. അങ്ങനെ നമ്മൾ ഇനി ഇത് ചൂടാറിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ അമർത്തി പ്രസ് ചെയ്യുക, ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കൊട്ടും. നമ്മൾ പണ്ട് ബിരിയാണിയൊക്കെ കൊട്ടുന്ന പോലെ അതേപോലെ കൊട്ടി സെറ്റാക്കി വെക്കുക. അപ്പോൾ അതേ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇത് തിന്നാനുള്ള ആത്മാക്കൾ ഞങ്ങളുടെ വീട്ടിൽ കൂടുതലായതുകൊണ്ട് ഞങ്ങളിത് 2 ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രധാന ഘടകം മാംഗോ നല്ല ഇഷ്ടം പോലെ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വെക്കുക. ഈ കട്ട് ചെയ്യുന്നതും ഡിസൈൻ ചെയ്തത് വിഷ്ണുപ്രിയയും ബേബിയും കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് നല്ലൊരു മുടി പോലെ ആക്കിയിട്ടുണ്ട് ഒരു കുട്ടീൻ്റെ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ തേങ്ങാപ്പാലിൻ്റെ സാധനം ഒഴിക്കുക. അത് കൂടുതലാണോ അത്രയും ടേസ്റ്റ് ആവട്ടോ ആ തേങ്ങാപ്പാലിൻ്റെ സാധനം. ഈ പിഴിഞ്ഞെടുക്കാനുള്ള മടി കൊണ്ട് ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ, അത് കഷ്ടപ്പാടായിപ്പോയി. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എള്ളും കൂടെ ചേർക്കുക. എന്നിട്ട് നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളിങ്ങനെ തിന്നുന്ന സമയത്ത് നിവി ഇങ്ങനെ അന്തപ്പെട്ട് നോക്കി നിൽക്കുമായിരുന്നു. ആദ്യം ഇവന് കൊടുത്ത സമയത്ത് ഇവനിങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ബാക്കി എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ തേങ്ങാപ്പാലും കൂട്ടി മാങ്ങയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ചെറുക്കൻ ആദ്യമൊക്കെ വേണ്ടാന്ന് പറഞ്ഞു, എന്നൊക്കെ പറഞ്ഞിട്ട് അവന് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നമ്മളെല്ലാവരും തിന്നു. പിന്നെ ഞാൻ കൊടുത്തപ്പോൾ അവൻ കുറച്ച് കഴിച്ചു കേട്ടോ. ആ ചെക്കനും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് പറഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ എന്തായാലും ടേസ്റ്റ് ആവും, എല്ലാവർക്കും അറിയാം. നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറേ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് എന്തായാലും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഉണ്ടാക്കിയ ഈ ലോക്കൽ സാധനത്തിൽ ഇത്രയും ടേസ്റ്റ് ആക്കും. ഇതിൻ്റെ ഒറിജിനൽ എങ്ങനെയായിരിക്കും? അടിപൊളി, ആലോചിക്കുമ്പോൾ തന്നെ അങ്ങനെ വരുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത്രേ പറയാനുള്ളൂ.